ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. DS ഇറേ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം ശനിയാഴ്ച അതിഗംഭീര തൂക്കാണ് തൂക്കുന്നത്. മണിക്കൂറിൽ 14,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ സ്റ്റഡിയായി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇതുവരെയുള്ള ഉച്ചവരെയുള്ള സിനിമയുടെ കളക്ഷനിലേക്ക് നമുക്ക് കടന്നു വരാം. ഇതിനോടകം തന്നെ മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ അല്ലെങ്കിൽ ടെക്നിക്കലി പെർഫെക്റ്റ് ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് ഈ ഒരു സിനിമയും എത്തിയിരിക്കുന്നു. അതിനു മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ കട്ട സപ്പോർട്ടോടുകൂടി 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ സ്വപ്നം കാണുകയും ചെയ്യുന്നു. ഇനിയും മലയാളത്തിൽ അങ്ങനെ എണ്ണം തികഞ്ഞ ചിത്രങ്ങൾ വളരെ വിരളം എന്ന് തന്നെ പറയാം. സമീപകാലത്ത് ലോക വന്നിരുന്നു. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പെർഫോമൻസ് നമുക്ക് അങ്ങനെ ഒരെണ്ണം തോന്നിയ ഒരു ഹോളിവുഡ് ലെവലിലേക്ക് ഒരു മൂവി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് റോഷാക്ക് എന്ന ചിത്രം മാത്രമായിരുന്നു. പിന്നീട് നമുക്ക് അതിൻ്റെ രീതിയിലേക്ക് വരുന്ന മറ്റൊരു ചിത്രമായി മാറുന്നു ഡയസ് ഈറയും. ഇവിടെ സിനിമയ്ക്ക് ഈ ഒരു ദിവസം മികച്ച രീതിയിലുള്ള കളക്ഷനുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് റെക്കോർഡ് തൂക്കുമെന്നുള്ളതിന് സംശയങ്ങളില്ല. ഇന്ന് ഉച്ചവരെ 1449 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെടുകയും 1,86,000 ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോവുകയും ചെയ്തത്. 44% ഉച്ചവരെയുള്ള ഓക്യുപ്പൻസി. നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്ന് 85% മുകളിലുള്ള ഓക്യുപ്പൻസി തിയേറ്ററുകളിൽ നിന്ന്. എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ഒക്കെ സിനിമയ്ക്ക് ചാർട്ട് ചെയ്യപ്പെടുന്ന ദിവസവുമായിരിക്കുമെന്ന് ഉറപ്പിക്കാം. ഇതിനോടകം 62 ഓൾമോസ്റ്റ് ഫുൾ ഷോകളും 210 മുകളിലുള്ള ഫാസ്റ്റ് ഫീൽഡ് ഷോകളും ട്രാക്കേഴ്സ് പുറത്തുവിടുന്നു. ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 3,16,00,000 രൂപയോളമാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ്. അതായത് ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള കളക്ഷനാണ്. അതായത് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് 6 കോടിക്ക് മുകളിൽ, അതായത് 7 കോടിക്ക് മുകളിലായിരിക്കാം അല്ലെങ്കിൽ 6.5 കോടിക്ക് മുകളിലായിരിക്കാം കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് സിനിമ നേടാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ്. ആദ്യ ദിനം സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് 10 കോടിയോളം എന്നുള്ളതാണ് പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി ഇന്നലെ 3,45,00,000 രൂപയോളമാണ് ട്രാക്കിങ്ങിൽ വന്നത്. തൊട്ട് മുമ്പത്തെ ദിവസം ട്രാക്കിങ്ങിലൂടെ വന്നത്, അതായത് പ്രീമിയർ ഷോയിലൂടെ 76,00,000 രൂപയാണ്. അതായത് സിനിമ 4.5 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി വന്നത്. അതായത് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 10 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് ഹെവി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസാണ്. ഇന്ന് പലരും പല കഥകളുമായിട്ടും അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങളായിട്ട് വരുമെങ്കിലും ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, പേടിക്കാൻ, അതായത് ഹൊറർ സിനിമ കാണണമെന്ന ആഗ്രഹമുള്ളവർക്ക് അതാകാം. ഭക്തിയുള്ള അല്ലെങ്കിൽ ഭക്തി സിനിമകൾ കാണാൻ പോകുന്നവർക്കാണെങ്കിൽ ഇത് പിടിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. അല്ലെങ്കിൽ അടിച്ചുപൊളി സിനിമകൾക്ക് പോകുന്നവർക്കും പിടിക്കില്ല. കാരണം ഇത് സ്ലോ പേസിൽ പോകുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ഒരു കാര്യം, ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്നതും നല്ല സിനിമകൾ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഇത് തീർച്ചയായും നല്ല സിനിമ തന്നെയാണ്. ഇവിടെ രാഹുൽ സദാശിവൻ 3 സിനിമകൾ ഇറക്കി. ആ 3 സിനിമയും വ്യത്യസ്തത പുലർത്തുന്നത് 3ഉം അതേപോലെ തന്നെ ഗംഭീര ചിത്രങ്ങളുമായിരുന്നു. ഒരു പക്ഷേ ഭൂതകാലം എന്ന ഇത്രത്തോളം ഗംഭീരമായ ഒരു തുടക്കം ലഭിച്ചില്ല എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ സിനിമ ഇപ്പോൾ ഏറ്റവും നല്ല സിനിമയുടെ പട്ടികയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഭ്രമയുഗം നമ്മൾ കണ്ടതാണ്, ഞെട്ടിക്കുന്ന സംഭവം തന്നെയായിരുന്നു. ഒരുപക്ഷേ ഈ ഗണത്തിൽ വന്ന ഏറ്റവും മികച്ച സിനിമയും ഭ്രമയുഗം തന്നെയായി മാറുന്നു. വീണ്ടും ഡയസീറ വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, മലയാളത്തിൻ്റെ ഇതുവരെയുള്ള ഡെഫിനിഷൻസ് മാറ്റി എഴുതിക്കൊണ്ട് തന്നെയാണ് രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാലുമായി ഒരുമിച്ചിരിക്കുന്നത്. അത് വെടിപ്പായി മോഹൻലാൽ ചെയ്തു വെച്ചിരിക്കുന്നു, അന്യായ ഗംഭീര പെർഫോമൻസുമായിട്ട്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പം കട്ടയ്ക്കുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസുമായി വരുന്നതാണ്.